ഇത് ഡൈവയുടെ ഒരു സ്ട്രൈക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു റീലാണ്. വില കുറഞ്ഞൊരു റീലാണ്. ഇതിന് അത്യാവശ്യം പഴക്കമുണ്ട്. എന്നാലും അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി. നമ്മൾ കൂടുതൽ സാൾട്ട് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടാണെന്നൊന്ന് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. ഇത് രണ്ട് സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നെന്നുള്ളൊരു കംപ്ലൈൻ്റാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലോട്ട് നമുക്ക് ഈ റീല് കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് സ്റ്റോപ്പ് ആണല്ലോ. ഇതിനകത്ത് ലോക്ക് പോയതാണ് ഇതിൻ്റെ പ്രശ്നം. 4000 റീലാണിത്. അത്യാവശ്യം റേറ്റ് കുറവായതുകൊണ്ട് തന്നെ ക്വാളിറ്റി അത്രയൊക്കെ തന്നെ ഉള്ളു ഇതിന്. അതായത് ഇതിൻ്റെ ഈ സ്പൂണിൻ്റെ മുകളിലുള്ള ഈ നമ്മൾ ട്രാക്ക് ടൈറ്റ് ചെയ്യുന്ന ആദ്യം ലൂസ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് ആ സ്പൂണ് മുകളിലോട്ട് ഊരിയെടുത്ത് അത് കഴിയുമ്പോൾ നമുക്കൊരു സ്ക്രൂ കാണാൻ പറ്റും. ആ സ്ക്രൂവും ഒരു ബോൾട്ടും ഉണ്ട്. അത് നമ്മൾ ഊരിയെടുക്കണം. ഇതാണ് ആ സ്ക്രൂ. ഈ മുകളിലത്തെ ഈ ഇത് ഊരിയെടുത്തതിന് ശേഷം വാഷറും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തതിന് ശേഷം ഈ കാണുന്നതാണ് ഇതിനകത്ത് ഒരു സേഫ്റ്റി സ്ക്രൂവും 10 ഒരു ബോൾട്ടും ഉണ്ടാകും. ഇതും ലൂസ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അധികം ക്വാളിറ്റി ഒന്നും ഈ റീലിന് കാണുന്നില്ല. 1400-1500 വരെയുള്ളൊരു റീലാണിത്. അത് അഴിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് കാണുമെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ടെക്നോളജിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമൊക്കെ വളരെ ലോ ആയിട്ടുള്ളൊരു സിസ്റ്റം. എഫക്സ് പോലെയൊന്നും വലിയ ക്വാളിറ്റി ആയിട്ടൊന്നും തോന്നുന്നില്ല ഇതിന്. ഈ കുറഞ്ഞ റീലൊക്കെ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതുപോലത്തെ റീലൊക്കെ എടുക്കാൻ നേരത്ത് ഇങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണ് ഈ കാണുന്നത്. ഈ ഒരു സൈഡിലത്തെ ഈ ഒരു ലോക്ക് സിസ്റ്റം കൊണ്ടാണ് ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകാതിരിക്കുന്നത്. ജസ്റ്റ് ഒരു തേയ്മാനം സംഭവിച്ചാൽ തന്നെ ഇത് വർക്ക് ചെയ്യാതെ വരും. ഇതിനകത്ത് ചെറിയൊരു തേയ്മാനം അഴിച്ച് നോക്കിയിട്ട് എന്നിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇത് ഈ അഴിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ലോക്ക്. ഇതിൻ്റെ മേളിൽ കാണുന്ന അതിൻ്റെ ഒരു ബെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കാണുമ്പോൾ അറിയാം അധികം പഴക്കമൊന്നും ഇല്ലാത്ത ബെയറിങ്ങൊക്കെയാണ്. അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. ഇതാണ് ആ ലോക്ക്. ഇതിൽ വന്ന് തട്ടിയാണ് ഇത് റിവേഴ്സും ഫ്രണ്ടോട്ടും പോകാനുള്ള ഒരു ഇത് ചെയ്യുന്നത് ഈ ലോക്കയിലാണ്. അതിന് തേയ്മാനം വന്നുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഈ ലോക്കാണ്. ഇതുണ്ട് സൈഡിലോട്ടും ഫ്രണ്ടോട്ടും ബാക്കോട്ടും പോകാതിരിക്കാൻ ഈ ലോക്കാണ് ഉപയോഗിച്ചാണ് അത് പോകുന്നത്. ഒരു സൈഡിലോട്ട് ഇറങ്ങുമ്പോൾ തട്ടി നിൽക്കും, തിരിച്ച് ഇറങ്ങുമ്പോൾ അത് ലൂസായി കൊടുക്കും. അങ്ങനെ ഒരു സെറ്റപ്പ്. സ്പ്രിങ് ആക്ഷൻ പോലും ഇതിനകത്ത് കാണുന്നില്ല. ജസ്റ്റ് ഒരു ടെക്നോളജിയുടെ പുറത്ത് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. രണ്ട് സൈഡിലോട്ടും കറങ്ങുന്നുണ്ട്. നമുക്ക് മീനൊക്കെ ലോക്ക് ചെയ്യാൻ നേരത്ത് ഇത് റിട്ടേൺ കറങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റീല് റെഡിയാക്കാൻ ഇതിൻ്റെ സാധനങ്ങളൊന്നും കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും അഴിച്ച് നോക്കി. ഇതിൻ്റെ ഈ ലോക്കൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. അഴിച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ല തേയ്മാനമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ലോക്ക് വീഴാത്തത്. അതേപോലെ ഇനി റീല് യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇത് വാങ്ങാൻ കിട്ടുമെങ്കിൽ വാങ്ങിച്ച് മാറും. ഇതിൻ്റെ സ്പെയറൊന്നും വാങ്ങാൻ കിട്ടാത്ത റീലായിരുന്നെന്നാണ് വാങ്ങിച്ചപ്പോഴും കടക്കാരൊക്കെ പറഞ്ഞത്. ഇത് വാങ്ങാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഒന്ന് തിരക്കി നോക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.